നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ ആക്രമിച്ച 25 പ്രതികൾ ഇതിനകം പോലീസ് പിടിയിൽ. ഇന്നലെ വൈകിട്ട് 6 പേരെ കൂടി മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ എണ്ണം 25ആയി. ഇന്നലെ പിടികൂടിയ 6 പേരെ AR ക്യാമ്പിലെത്തിച്ചിരുന്നു. അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. CPM നേതാവ് ചാല ഉണ്ണി, വിജയ്, സിദ്ധാർത്ഥ്, ഷാജു, നിഷാന്ത്, ആറ്റുകാൽ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. പ്രതികളെ നഗരത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് പിടികൂടി എന്ന് പോലീസ് പറയുമ്പോൾ തങ്ങൾ കീഴടങ്ങിയെന്നാണ് പ്രതികളുടെ അവകാശവാദം. CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ IP ബിനു ഇപ്പോൾ പാർട്ടിക്ക് തന്നെ തീ കൊളുത്തിയിരിക്കുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് തങ്ങൾ നിറവേറ്റിയതെന്നാണ് IP ബിനുവിൻ്റെ വാദം. കാര്യങ്ങൾ അണ്ടപടലം കൈവിട്ടു പോവുകയാണ്. പ്രതികൾക്കുമേൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ED സംഘത്തിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയും പരിക്കേറ്റ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ CPO രഞ്ജിത്തിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന ഒരാൾ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ച് 3 കാറുകൾ വളഞ്ഞെന്നും ദേഹോപദ്രവം ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും വധിക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെ മാരകായുധങ്ങളുമായി ഏകദേശം 300 പേർ ചേർന്ന് ആക്രമിച്ചു എന്നാണ് ആദ്യം കേസിലെ FIRൽ പറയുന്നത്. ഇത് തടയാൻ ശ്രമിച്ച പോലീസിനെയും CRPF ഉദ്യോഗസ്ഥരെയും വടിയും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നാണ് കേസ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന മറ്റു കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നു. മാരകായുധവുമായി ആക്രമിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ, സായുധ കലാപം. ചുരുക്കത്തിൽ ഈ പ്രതികൾക്ക് ഉടനെയൊന്നും ജാമ്യം ലഭിക്കില്ല എന്ന് വ്യക്തമാണ്. ED റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ 3 കാറുകളിലായാണ് മടങ്ങിയത്. ഈ 3 കാറുകളും പ്രതികൾ ആക്രമിച്ച് തകർത്തു. ഇന്നലെ AR ക്യാമ്പിലെത്തി പ്രതികളെ സന്ദർശിക്കാനൊരുങ്ങിയ AA റഹീമിനെ ആദ്യഘട്ടത്തിൽ AR ക്യാമ്പിലേക്ക് കടത്തിവിട്ടില്ല. പിന്നീട് റഹീം DGPയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾക്കൊടുവിലാണ് റഹീമിനെ AR ക്യാമ്പിൽ പ്രവേശിപ്പിച്ചത്. കസ്റ്റഡിയിലുള്ള ഏതെങ്കിലും ഒരു പ്രതി പാർട്ടി നേതാക്കൾക്കെതിരെ മൊഴി കൊടുത്താൽ അവർ കൂടി കേസിലകപ്പെടും. ഇതാണ് AA റഹീമിനെ പരിഭ്രാന്തിയിൽ പെട്ടെന്ന് AR ക്യാമ്പിൽ എത്തിക്കാനുള്ള കാരണം. എന്നാൽ കസ്റ്റഡിയിലുള്ള ചില പ്രതികൾ പാർട്ടി നേതാക്കളുടെ ഇപ്പോഴത്തെ നടപടികളിൽ ഖിന്നരാണ്. പാർട്ടി തങ്ങളെ കൈയൊഴിഞ്ഞു എന്ന ചിന്തയാണ് പ്രതികൾക്ക്. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾ വാടകയ്ക്കെടുത്തതാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ കാറുകളാണ് നശിപ്പിക്കപ്പെട്ടത്, സർക്കാർ വാഹനങ്ങളല്ല എന്ന വാദം പ്രതികൾ ഉയർത്തുന്നു. എന്നാൽ വാഹനം വാടകയ്ക്കെടുത്തത് സർക്കാരാണ്. പൊതുഖജനാവിൽ നിന്ന് ഇതിൻ്റെ നഷ്ടപരിഹാരം നൽകണം. സർക്കാരിൻ്റെ ആവശ്യത്തിനായി കരാറിലേർപ്പെട്ടിട്ടുള്ള സ്വകാര്യ വാഹനങ്ങളും പൊതുമുതലിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മറുവശത്ത് വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടല്ലോ എന്നാണ് ഡ്രൈവർമാരോട് CPM നേതാക്കൾ ചോദിക്കുന്നത്. ഡ്രൈവർമാരെ കയ്യിലെടുത്ത് നഷ്ടപരിഹാരം നൽകി പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടരുന്നു. എന്നാൽ ഡ്രൈവർ മൊഴി മാറ്റിയാലും കേസ് കടുപ്പിക്കുമെന്ന് ED. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയെയും വധിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ്. കോടതിയിൽ ജാമ്യം ലഭിക്കില്ല എന്നു മാത്രമല്ല, മിനിമം 2-3 വർഷമെങ്കിലും ഇവർ പ്രാഥമിക റിമാൻഡ് കാലയളവിൽ അഴിക്കുള്ളിൽ കിടക്കും. അക്രമം സ്വാഭാവിക ജനരോഷമല്ല, മറിച്ച് കൃത്യമായ പാർട്ടി നിർദ്ദേശപ്രകാരം നടത്തിയതാണ് എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകൾ ഇതിനകം പുറത്തുവന്നു. ഗൂഢാലോചന വ്യക്തമാക്കുന്ന നിരവധി ശബ്ദരേഖകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ളത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച തെളിവുകൾ സമാന്തരമായി ശേഖരിക്കുന്നു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് അറസ്റ്റിലായ മുൻ കൗൺസിലർ IP ബിനു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അണികളോട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താൻ നേതാക്കൾ ആഹ്വാനം ചെയ്യുന്ന നിരവധി ശബ്ദരേഖകളും പുറത്തുവന്നു. ചുരുക്കത്തിൽ കേരള പോലീസ് ഒന്ന് മനസ്സുവെച്ചാൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അഴിക്കുള്ളിലാകും. അതുകൊണ്ട് തന്നെ CPM ഇപ്പോൾ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. രമേശ് ചെന്നിത്തലയോ ആഭ്യന്തര വകുപ്പിനെയോ അവർ പ്രകോപിപ്പിക്കുന്നില്ല. EDയുടെ വാഹനം തകർത്ത 25ലധികം പ്രതികളെ ദൃശ്യങ്ങൾ നോക്കി സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ DGP ലോക് ഭവന് കൈമാറി. ലോക് ഭവൻ ഈ കേസിൽ സജീവ ശ്രദ്ധ തുടരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തലത്തിലുള്ള അലംഭാവമുണ്ടായാൽ അപ്പോൾ തന്നെ കേസ് CBI ഏറ്റെടുക്കും. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ സൂക്ഷ്മതയോടെ ഇക്കാര്യങ്ങൾ നോക്കിക്കാണുന്നു. കേസ് CBIക്ക് പോയാൽ അത് പോലീസ് വകുപ്പിനെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കും. ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ
യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ല എന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേവലം ദിവസങ്ങൾക്കുള്ളിൽ 25 പ്രതികൾ കുടുങ്ങിയത്. 300 പ്രതികളിൽ നിരവധി പേർ തങ്ങളുടെ വലയിലായി എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. മ്യൂസിയം പോലീസിന് പുറമെ ഷാഡോ ഡാൻസ് ഓഫ് സംഘങ്ങളും മറ്റു സ്റ്റേഷനുകളിലെ പോലീസുകാരും ചേർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രതികളുടെ വീടുകളും ബന്ധുവീടുകളും ലോഡ്ജുകളുമൊക്കെ വ്യാപകമായി റെയ്ഡ് ചെയ്ത് പരിശോധിക്കുന്നു. 8 പ്രധാന പ്രതികൾക്കായി പോലീസ് ഇതിനകം തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇത്ര വലിയൊരു ആക്രമണം നടന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നില്ല എന്ന വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്നുയരുന്നു. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രതയാണ് കേന്ദ്ര സർക്കാർ പുലർത്തുന്നത്. അമിത്ഷാ ഓരോ ദിവസവും കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നു. പ്രാഥമിക ഘട്ടത്തിൽ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള പോലീസ് തന്നെയാണ് ഏറ്റവും അനുയോജ്യമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. പ്രതികളെ പിടികൂടാനും അവരെ റിമാൻഡിലാക്കാനും പോലീസ് തന്നെ മുന്നിട്ടിറങ്ങുന്നതാണ് നല്ലത്. എന്നാൽ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം ഒരുപക്ഷെ CBI ഏൽപ്പിക്കാനുള്ള സാധ്യത മുന്നിലുണ്ട്. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ MP-മാരും MLA-മാരും അടക്കം വൻ നേതാക്കളാവും വീഴുക. CPM-ന് ഏറ്റവും വലിയ കെണിയൊരുക്കിയിരിക്കുന്നത് സംഘർഷത്തിന് നേതൃത്വം നൽകിയ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുൻ കൗൺസിലറുമായ IP ബിനു ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ പിടിച്ചതല്ല പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എൻ്റെ നിലപാടും ശരിയും. അപ്പോൾ പിന്നെ IP ബിനുവിനെ ആരാണ് ഇത്തരമൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? ഈ ചോദ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ബിനുവിനോട് ചോദിക്കുന്നത്. ഇതിനുത്തരം കണ്ടെത്താൻ കേരള പോലീസ് പരാജയപ്പെട്ടാൽ കേസ് CBIയുടെ കയ്യിലെത്തും. കേന്ദ്ര ഉദ്യോഗസ്ഥരെയും CRPF ജവാന്മാരെയും ചുടുകട്ട കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്ന പ്രചരണം IP ബിനു നടത്തുമ്പോൾ പാർട്ടി നേതാക്കൾ പൂർണ്ണമായും വെട്ടിൽ. ഇത് പരസ്യമായ കുറ്റസമ്മതമാണ് എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു. കേന്ദ്ര ഏജൻസികൾ ഈ പോസ്റ്റ് ഔദ്യോഗിക ഡിജിറ്റൽ തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞു. ആക്രമണത്തിന് ആഹ്വാനം നൽകിയ ഉയർന്ന നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയില്ല എങ്കിൽ ഇത്തരം ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI കേസന്വേഷണം ഏറ്റെടുക്കും. തലസ്ഥാനത്തെ നിരവധി CPM നേതാക്കൾ അണികളോട് അടിയന്തരമായി പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്ന ശബ്ദരേഖകളും പുറത്തുവരുന്നു. ഇതിനിടയിൽ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ അക്രമ ദൃശ്യങ്ങളിലെ CPM പ്രവർത്തകരുടെ പൂർണ്ണ വിവരങ്ങളും പ്രൊഫൈലുകളും പരസ്യപ്പെടുത്തി രംഗത്തെത്തി. ഇത് പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കുമൊക്കെ കാര്യങ്ങൾ വളരെ എളുപ്പവുമാക്കി. കേസ് അട്ടിമറിക്കാൻ AR റഹീം MP ശ്രമിക്കുന്നുവെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. AR ക്യാമ്പിലെ റഹീമിന്റെ സന്ദർശനത്തിന് പിന്നിൽ കേസ് അട്ടിമറിക്കൽ തന്നെ. ED വാഹനം ഓടിച്ച ഡ്രൈവറെ സ്വാധീനിക്കാനും AR റഹീം ശ്രമിക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കേരള പോലീസ് നിഷ്പക്ഷമായി കേസന്വേഷിച്ചാൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ CPM ഉന്നത നേതാക്കൾ മുഴുവൻ പ്രതിപ്പട്ടികയിൽ വരും. അത്തരമൊരു സാഹചര്യം ഒരുങ്ങിയില്ല എങ്കിൽ CBI എത്തും. കടലിനും ചെകുത്താനുമിടയിലാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ. അക്രമം നേരിട്ടതിൽ പോലീസ് പരാജയം എന്ന ആരോപണം ഉയർന്നതോടെയാണ് പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്ന തീരുമാനത്തിൽ പോലീസും എത്തിയത്. ഒരാഴ്ച മുൻപ് വരെ ഒരു ഭരണത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന പോലീസ് പൊടുന്നനെ പാർട്ടി നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും തിരിയുന്ന വിചിത്ര കാഴ്ച. ഇതൊക്കെയല്ലേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമുഖം. പ്രകടനങ്ങളിൽ പങ്കെടുത്ത 200ഓളം ആളുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരുടെ പ്രൊഫൈലുകൾ കണ്ടെത്തി കഴിഞ്ഞു ഇതിനകം കേരള പോലീസ്. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത പോലും അടഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, കാര്യങ്ങൾ അത്ര വെടുപ്പല്ല. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ഇതിനു പിന്നിൽ കളിച്ച പാർട്ടിയുടെ ഉന്നത നേതാക്കളും ഈ കേസിൽ അടപടലം വീഴാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വെറുതെ ഇരിക്കില്ല എന്നർത്ഥം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.